ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, റിപ്പോർട്ടർ ചാനൽ അത് ഓൺ ചെയ്യുന്നുണ്ടോ? ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, 25 വർഷത്തെ കഠിനാധ്വാനമാണ്. നിങ്ങൾക്ക് ഒരു ദിവസത്തെ വാർത്ത, ഒരു ദിവസത്തെ ബ്രേക്കിംഗ്. ദാറ്റ്സ് വൈ ഐ ആം ക്വസ്റ്റനിങ് യു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാൻ മൊഴിയുണ്ടെന്ന്? എന്റെ ഈശ്വര, ഇന്നിവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും. கன்ஃபியூஸ் ஆகாதீங்க, டென்ஷன் ஆகாதீங்க. நான் எல்லாத்தையுமே நேரா வந்து எக்ஸ்பிளைன் பண்றேன். ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യവും, ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ വിത്തൗട്ട് എനി ബേസ് ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഉത്തരം പറ. അത് ഞങ്ങൾക്ക് പറയാൻ ഒരു മടിയില്ല. റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ മറ്റാർക്കോ വേണ്ടി നിങ്ങൾ പണിയെടുക്കുകയാണ്. അങ്ങനെ പറയരുത്. It's very apparent and clear. It's very apparent, one-sided. You are acting for somebody, for somebody's interest, no doubt. ഒരു ന്യൂസിലൊക്കെ ഒരു ഫെയർനെസ് ഇല്ലേ? ഈവൻ വീക്ഷണവും ജയ്ഹിന്ദും ചെയ്യുന്നതിന് പോലും അവരൊരു ഫെയർനെസ്സിന് ഒരു ഔട്ടർ ലൈൻ വരയ്ക്കും. യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. ഇത് ആരും മണ്ടന്മാരും പൊട്ടന്മാരും അല്ലല്ലോ. റിപ്പോർട്ടർ ചാനൽ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് ആർക്കാണ് മനസ്സിലാവാത്തത്? Whether you are paid or not, I don't know. What interest lead you, I don't know. One of your, നിങ്ങളുടെ ഒരു ആങ്കർ landed in CPM, right? If someone of you want to go there, go and join. അതല്ല എന്റെ രീതി. രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരാണ് തടസ്സം നിൽക്കുന്നത്? അങ്ങനെ എന്തിനാണ് ഈ മേലം കഴിഞ്ഞ് ചെയ്യുന്നത്? ബാക്കിയുള്ളവരൊക്കെ ഇല്ല ഇതിൻ്റെ അകത്ത്. മാധ്യമം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ എത്രയോ പ്രധാനപ്പെട്ട ഒരു സ്പീയറും സ്പേസുമാണ്. അങ്ങനെ പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളുടെ സത്യസന്ധത നിങ്ങളൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കിയോ? എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? പോലീസിന് മൊഴി ഉണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ ഉറപ്പിച്ച് പറയാം. എനിക്കെതിരെ മൊഴി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സത്യം അവിടെ നിൽക്കട്ടെ. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, റിപ്പോർട്ടർ ചാനൽ അത് ഓൺ ചെയ്യുന്നുണ്ടോ? പോലീസിൽ എനിക്കെതിരെ മൊഴിയുണ്ട് എന്ന് അസത്യം ഇത് പറയാൻ പറ്റുമോ? അല്ലാതെ അങ്ങനെ വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് താല്പര്യം ഞാൻ പറയണം? It's not job. This is my hard work of almost 2.5 decades. You can take it, you cannot take it for granted. ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, 25 വർഷത്തെ കഠിനാധ്വാനമാണ്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുടക്കി പൊളിറ്റിക്സ് ചെയ്യുന്ന ആളാണ്. നീ ഇമോഷണൽ ആവരുത്. I haven't taken a single penny. നിങ്ങൾക്ക് ഒരു ദിവസത്തെ വാർത്ത, ഒരു ദിവസത്തെ ബ്രേക്കിംഗ്, അതിനുവേണ്ടി നിങ്ങളുടെ ഏത് റിപ്പോർട്ടറാണ് എന്താ? That's why I'm questioning you. ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. ചാനൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാൻ മൊഴിയുണ്ടെന്ന്? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അത് ഏത് റിപ്പോർട്ടർക്ക് എന്തും പറയാലോ. അതുകൊണ്ടാണ് ഇത്ര ഹാർഷായിട്ട് പറയുന്നത്. നിങ്ങളുടെ ഇന്റഗ്രിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന തോന്നിയത്? യുവർ ഇന്റഗ്രിറ്റി ഈസ് ബീൻ ചാലഞ്ച്ഡ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ, why are you getting annoyed? ഇനി പകയൊന്നും വേണ്ട, ഒന്ന് ക്ഷമിച്ചേക്ക്. എന്തുകൊണ്ടാണ് റോഷ്മാൻ സാധാരണ ചോദിക്കാറില്ലല്ലോ, എത്രയോ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടും കൂടി ഇരുന്നിരിക്കുന്നു. എനിക്കൊന്നും ആയില്ല, എനിക്കെല്ലാമായി തൃപ്തിയായി.